ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ആനക്കുട്ടൻ ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വരുന്നുണ്ട്. നിയർലി 7-8 ഡേയ്സ് നമ്മളിപ്പോൾ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നമ്മൾ എടുത്തേക്കുന്ന റെഫറൻസ് പൊടി പിടിച്ചൊരു അന്തരീക്ഷത്തിൽ ഒരു ആന ചീറിപ്പാഞ്ഞ് വരുന്നതാണ്. അപ്പോൾ ഇത്രയും മാസമുള്ളൊരു ആന ഒരു പൊടി പിടിച്ച ഒരു അറ്റ്മോസ്ഫിയറിൽ കയറി വന്നാൽ ഒരു മേഘക്കൂട്ടം പോലെ തന്നെ പൊടിയായിരിക്കും. പൊടിയൊക്കെ പാറിപ്പറത്തിയായിരിക്കും വരുന്നത്. അതാണ് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. സോ ഈ പൊടിൻ്റെ ആ ഒരു ഷെയ്ഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ മേജർലി 4 കളേഴ്സാണ് ഉപയോഗിക്കുന്നത്. ടൈറ്റാനിയം വൈറ്റ്, ബേൺഡ് സിയന്ന, കാഡ്മിയം യെല്ലോ, പിന്നെ റെഡ്. നമ്മൾ ഇതിൽ ആദ്യം ഞാൻ ട്രൈ ചെയ്തത് ബേൺഡ് സിയനയും വൈറ്റും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അണ്ടർടോൺ പോലെ കൊടുത്ത് അതിൻ്റെ മുകളിൽ ഗ്രാജുവലി ഓരോ കളേഴ്സ് ആഡ് ചെയ്യാനാണ്. അതെനിക്ക് ഇനീഷ്യലി ചെയ്തപ്പോൾ അത്രയും ഭയങ്കര എഫക്റ്റീവായി തോന്നിയില്ല. സോ ആദ്യം തന്നെ മിക്സ് ചെയ്തിട്ട് പിന്നെ പാലറ്റിലോട്ട് ആഡ് ചെയ്യുന്നത്. സോ ആക്സിഡൻ്റലി ഞാൻ ഓരോ കളേഴ്സായിട്ട് കൊടുത്ത് അതിൻ്റെ മുകളിൽ നിന്ന് പിന്നീട് സ്മഡ്ജ് ചെയ്യാൻ നോക്കി. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൈറ്റ് കൊടുത്ത് പിന്നെ അത് സ്മഡ്ജ് ചെയ്യാൻ നോക്കി. അപ്പം ആ റിസൾട്ട് എനിക്ക് കുറച്ചുകൂടെ സാറ്റിസ്ഫൈയിങ് ആയി തോന്നി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റൈറ്റ് നൗ ഇതൊരു ട്രയൽ ആൻഡ് എറർ പോലെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വൈറ്റ്സ് ഇട്ട് കുറച്ച് യെല്ലോ ഇട്ട് ഒരു മച്ച് മോർ ബെറ്റർ അപ്പീലിംഗ് ആയി എനിക്ക് തോന്നുന്നുണ്ട്. സോ ദിസ് ഈസ് വാട്ട് ഐ എം ട്രൈങ് ടു ഡു. ഒരു ചെറിയ മേഘരൂപം കിട്ടുന്ന പോലൊരു ഫീലൊക്കെ എനിക്ക് വരുന്നുണ്ട്. സോ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലും കൂടെ നോക്കാം ഹൗ ദിസ് ഇസ് ഗോയിങ് ടു എവോൾവ് എന്നുള്ള രീതിയിൽ. സോ ടിൽ ദെൻ, സി യു, ബൈ.